നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം ജനതയെ ചാവേറാക്കി അമേരിക്കയോട് യുദ്ധം ജയിക്കാൻ IRGCയുടെ കൈവിട്ട കളി. ഇറാനിലെയും മറ്റ് രാജ്യങ്ങളിലെയും തീവ്ര വിഭാഗത്തെ യുദ്ധത്തിൽ പങ്കാളികളാക്കുന്നു. ലോകമെമ്പാടുമുള്ള ഇറാനികളോട് ജീവത്യാഗത്തിന് തയ്യാറാകൂ എന്ന് ആഹ്വാനം മുഴക്കിയിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇറാൻ എംബസികൾ ഭീകരവാദ സെല്ലുകളായി മാറുന്നു. ഇറാനിൽ ഇപ്പോൾ ഭരണം കൈയാളുന്ന IRGC തീവ്രവാദ സംഘമായി മാറിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് യുദ്ധത്തിലേക്ക് കടക്കണമെന്ന് അമേരിക്കയ്ക്ക് ഇസ്രയേലിന്റെ സമ്മർദ്ദം. ശത്രുക്കളോട് തോൽക്കില്ല, രാജ്യം ശത്രുക്കൾക്ക് മുന്നിൽ അടിയറവ് വെക്കില്ല, പരാജയമെങ്കിൽ മരിക്കുന്നതാണ് അന്തസ്സെന്ന് സ്വന്തം ജനതയോട് IRGC നിർദ്ദേശിക്കുന്നു. ബ്രിട്ടനിൽ താമസിക്കുന്ന ഇറാൻ പൗരന്മാർ ഭരണകൂടത്തിനും ഖമനേയിക്കും വേണ്ടി ജീവൻ നൽകുമെന്ന് ലണ്ടനിലെ ഇറാൻ എംബസി പ്രഖ്യാപനം നടത്തി. ഇതോടെ രാജ്യങ്ങൾ അവിടുത്തെ ഇറാൻ പൗരന്മാരെ നിരീക്ഷിക്കാൻ ഉത്തരവിട്ടു. ഒപ്പം സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇറാൻ പൗരന്മാരിലേക്ക് ഇസ്രയേൽ അമേരിക്കൻ വെറി കുത്തിവെച്ച് ആയുധമെടുക്കൂ എന്ന് IRGC ആഹ്വാനം മുഴക്കുന്നത് ലോകം യുദ്ധക്കളമാക്കുന്നതിന് തുല്യം. ചാവേർ ആക്രമണങ്ങൾക്ക് ഇറാനികളെ ഇളക്കിവിടുന്നു. ഭീകരവാദത്തിന് ആവശ്യപ്പെടുന്നു. ഇറാനെതിരെ വന്നാൽ പല രാജ്യങ്ങളിലായി കഴിയുന്ന ഇറാനികളെ ഇളക്കിവിടുമെന്ന ഭീഷണി IRGC മുഴക്കുന്നു. അറബ് രാജ്യങ്ങളുടെ അവരുടെ അതിർത്തികൾ അടച്ചുപൂട്ടുന്നു. ഏത് നിമിഷവും ഒരാക്രമണം സംഭവിക്കാം. ഇറാനികളെ ചാവേറാക്കി IRGC തീക്കളി പുറത്തെടുക്കുന്നു. ജാൻഫദ അഥവാ ജീവൻ ബലിയർപ്പിക്കുക എന്ന പേരിൽ ആരംഭിച്ച ഔദ്യോഗിക പരിപാടിയിൽ രജിസ്റ്റർ ചെയ്യാനാണ് എംബസി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ നീക്കം UKയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന വിലയിരുത്തലിലാണ് സുരക്ഷാ ഏജൻസികൾ. ബ്രിട്ടനിലുള്ള അഭിമാനികളായ ഇറാൻ പൗരന്മാർ രാജ്യത്തിനായി മുന്നോട്ട് വരണമെന്ന് എംബസി അതിന്റെ ടെലഗ്രാം ചാനലിലൂടെയാണ് അറിയിച്ചത്. നമുക്ക് ഏവർക്കും ഒരൊറ്റ മനുഷ്യനായി മരിക്കാൻ തയ്യാറെടുക്കാം. നമ്മുടെ രാജ്യം ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് എന്ന തീവ്രമായ സന്ദേശമാണ് എംബസി പങ്കുവച്ചത്. കഴിഞ്ഞ മാസമാണ് ഇറാൻ ഭരണകൂടം ജാൻഫദ ക്യാമ്പയിൻ ആരംഭിച്ചത്. ഇത് ശത്രുത വളർത്തുന്ന പരിപാടിയല്ലെന്ന് എംബസി വക്താക്കൾ അവകാശപ്പെടുന്നുമുണ്ട്. എങ്കിലും സമാനമായ റിക്രൂട്ട്മെന്റ് ഓസ്ട്രേലിയയിലെ കാൻബറ എംബസി കേന്ദ്രീകരിച്ചും നടക്കുന്നതായി പോലീസ് കണ്ടെത്തി. ലണ്ടൻ കേന്ദ്രീകരിച്ചുള്ള ഈ നീക്കം അതീവ ഗൗരവമാണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. ബ്രിട്ടീഷ് മണ്ണിൽ ഇരുന്നു കൊണ്ട് തീവ്രവാദം വളർത്താനുള്ള നീക്കമാണിതെന്ന് മാധ്യമപ്രവർത്തകനായ റോജർ മാക്മില്യൻ ആരോപിച്ചു. ഇറാൻ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവരെ കണ്ടെത്താനും അവരെ ഉപയോഗിച്ച് UKയിൽ ആക്രമണങ്ങൾ നടത്താനും ആസൂത്രണം ചെയ്യാനുമുള്ള വഴിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ മാതൃകയിലുള്ള രഹസ്യ നീക്കങ്ങളെക്കാൾ അപകടകരമായ സാഹചര്യമാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഇറാനിലെ IRGCയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിട്ടുണ്ട്. ബ്രിട്ടീഷ് മണ്ണിൽ സ്വാധീനം ചെലുത്താനും യുവാക്കളെ തീവ്രവാദത്തിലേക്ക് നയിക്കാനും ഇവർ ശ്രമിക്കുന്നതായി മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സന്ദേശങ്ങൾ മതഭ്രാന്തും രക്തസാക്ഷിത്വ സംസ്കാരവും വളർത്താനാണ് ഉപയോഗിക്കുന്നത്. എംബസിയുടെ ഔദ്യോഗിക സേവന പ്ലാറ്റ്ഫോമായ മിഖാക്ക വഴിയാണ് ഈ പദ്ധതിയിൽ ചേരാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാസ്പോർട്ട് പുതുക്കാനും ജനനമരണ രജിസ്ട്രേഷനുകൾക്കുമായി ഇറാനികൾ ആശ്രയിക്കുന്ന ഈ സംവിധാനം വഴി തന്നെ ഇത്തരം ആഹ്വാനം നടത്തുന്നത് പൗരന്മാരെ സമ്മർദ്ദത്തിലാക്കാനാണെന്ന് കരുതപ്പെടുന്നു. ലണ്ടനിലെ യഹൂദ സമൂഹത്തിന് നേരെ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാൻ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ സ്കോട്ട്ലൻഡ് യാർഡ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ യഹൂദ പള്ളികൾക്കും മറ്റും നേരെയുണ്ടായ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ഏറ്റെടുത്തിട്ടുമുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ IRGCയെ നിരോധിക്കുമെന്ന് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഇതുവരെ നിയമപരമായ നടപടികൾ പൂർത്തിയായിട്ടില്ല. ഇറാൻ ഭരണകൂടത്തിന്റെ പരസ്യമായ ഈ നീക്കത്തോടെ സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. അതേസമയം തങ്ങളുടെ മാതൃരാജ്യത്തെ സ്നേഹിക്കുന്ന ഇറാനികൾക്ക് പിന്തുണ നൽകാൻ മാത്രമാണ് ഈ പ്ലാറ്റ്ഫോം എന്നാണ് എംബസിയുടെ ഒരു നിലപാട്. ഇതിൽ തെറ്റായ ഉദ്ദേശങ്ങളില്ല എന്നും ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണെന്നും ഇറാൻ വക്താവ് വ്യക്തമാക്കി. ഒരു രാജ്യത്തിന്റെ നയതന്ത്ര കാര്യാലയം തന്നെ ചാവേറുകളെ തേടി ഇറങ്ങിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഇതിനിടെ GCC രാജ്യങ്ങൾക്കെതിരെ നടന്ന ഇറാന്റെ ആക്രമണങ്ങൾ താൽക്കാലികമായോ പെട്ടെന്നുണ്ടായതോ അല്ലെന്നും മറിച്ച് വ്യക്തമായ പദ്ധതി അനുസരിച്ച് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവാർ ഗർഗാഷ് പറഞ്ഞു. ആക്രമണത്തിന്റെ തീവ്രത എല്ലാവരുടെയും പ്രതീക്ഷകളെക്കാൾ അപ്പുറമായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ GCC രാജ്യങ്ങൾ മേഖലയിൽ ഒരു യുദ്ധം ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നും ഇറാനെതിരെ UAEയുടെ ഭൂപ്രദേശങ്ങൾ ഉപയോഗിക്കാൻ ഒരു രാജ്യത്തെയും അനുവദിക്കില്ല എന്ന വ്യക്തമായ ധാരണ GCC രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുവെന്നും അതിനാൽ വലിയ അപകടങ്ങൾ ഒന്നും സംഭവിക്കാതെ തന്നെ
എല്ലാവരെയും സുരക്ഷിതമാക്കാൻ സാധിച്ചതായും അറിയിച്ചു. ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങളെ തുടർന്ന് നിർത്തിവച്ചിരുന്ന സ്കൂളുകളിലെ ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ ദുബായിൽ പുനരാരംഭിച്ചു. ഏറെ നാളത്തെ അനിശ്ചിതത്വത്തിനും മുൻകരുതലുകൾ നടപടിക്കു ശേഷം ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി നൽകിയ പുതിയ നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ ക്യാമ്പസുകൾ പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് മടങ്ങിയത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി യിലെ സ്കൂളുകളിൽ നേരിട്ടുള്ള പഠനം പുനരാരംഭിച്ചിരുന്നുവെങ്കിലും സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കളിസ്ഥലങ്ങളും മൈതാനങ്ങളും അടച്ചിട്ടിരിക്കുകയായിരുന്നു. കൂടാതെ PT ക്ലാസുകൾ, സ്കൂൾ അസംബ്ലികൾ എന്നിവയെല്ലാം നിർത്തിവച്ചിരുന്നു. ഇറാൻ ആക്രമണ സമയത്ത് യിൽ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ പ്രചരിപ്പിച്ച 100-ലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തു. ഗൾഫ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാണ് ഈ നടപടിയെന്ന് അബ്ദുള്ള ബിൻ മുഹമ്മദ് ബിൻ ബൂട്ടി അൽ ഹമീദ് എന്നിവർ വ്യക്തമാക്കി. ഓരോ രാജ്യത്തിന്റെയും ചിഹ്നങ്ങളെയും മതങ്ങളെയും പൊതുമൂല്യങ്ങളെയും ബഹുമാനിക്കാൻ എല്ലാ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും ബാധ്യസ്ഥരാണ്. എന്നാൽ ഇറാൻ ആക്രമണ കാലഘട്ടത്തിൽ ഈ നിയമങ്ങൾ കാറ്റിൽ പറത്തി ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതിനാലാണ് അക്കൗണ്ടുകൾ നീക്കം ചെയ്തത്. ട്രംപിനെ വിമർശിച്ച് ലോക നേതാക്കളും. ഇറാനുമായുള്ള ചർച്ചകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളെ വിമർശിച്ച് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് വന്നിട്ടുണ്ട്. ഇറാൻ ഭരണകൂടം ട്രംപ് ഭരണകൂടത്തെ നയതന്ത്രപരമായി മറികടന്നു എന്നും അമേരിക്കയ്ക്ക് വ്യക്തമായ ദിശാബോധം ഇല്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ജർമ്മനി ഒരു നാറ്റോ സഖ്യകക്ഷിയാണ്. എന്നാൽ തങ്ങളുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കാത്ത സഖ്യകക്ഷികളോട് അമേരിക്കയ്ക്ക് അതൃപ്തിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്ലാമാബാദിൽ നടന്ന പരോക്ഷമായ ചർച്ചകൾ ഒരു വഴിത്തിരിവില്ലാതെ അവസാനിച്ചതിനെ തുടർന്ന് ഇറാന്റെ നേതൃത്വം അമേരിക്കയെ അപമാനിക്കുകയാണെന്ന് മേഴ്സ് പറഞ്ഞു. ഇറാനിയൻ ഭരണകൂടവും റവല്യൂഷണറി ഗാർഡും ചേർന്ന് ഒരു രാഷ്ട്രത്തെ മുഴുവൻ അപമാനിക്കുകയാണ്. ഈ പ്രതിസന്ധി എത്രയും വേഗം അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനിയൻ നേതാക്കൾ ചർച്ചകൾ ഒഴിവാക്കാൻ മിടുക്കുള്ളവരാണെന്നും മേഴ്സ് നിരീക്ഷിച്ചു. വ്യക്തമായ ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ലാതെ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് അപകടകരമായ തെറ്റാണെന്ന് അദ്ദേഹം അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഇത്തരം സംഘർഷങ്ങളിൽ പ്രവേശിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് സുരക്ഷിതമായി പുറത്തു കടക്കാനുള്ള വഴിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അമേരിക്കയുടെ തന്ത്രങ്ങളെ ചോദ്യം ചെയ്ത ആഗോള രാഷ്ട്രീയത്തിലെ ഈ സ്തംഭനാവസ്ഥയിൽ ആശങ്ക പ്രകടിപ്പിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിൽ മാത്രം ശ്രദ്ധീകരിച്ചിട്ടുള്ള ഒരു പരിമിതമായ കരാർ ഇറാൻ നിർദ്ദേശിച്ചു. എന്നാൽ ആണവ പദ്ധതി, ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങിയ വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് അവർ ഒഴിഞ്ഞുമാറുകയാണ്. ഈ നിർദ്ദേശം അമേരിക്കയും മറ്റ് മധ്യസ്ഥരും സംശയത്തോടെ തന്നെയാണ് കാണുന്നത്. ലെബനനിൽ വീണ്ടും സൈനിക നടപടി ആരംഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഹിസ്ബുള്ളയുടെ കൈവശമുള്ള റോക്കറ്റുകളും ഡ്രോണുകളും ഇപ്പോഴും വലിയ ഭീഷണിയാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇറാൻ അമേരിക്ക ചർച്ച വൈകുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇസ്ലാമാബാദിൽ നടന്നേക്കുമെന്ന് പ്രതീക്ഷിച്ച തുടർ ചർച്ചാ നീക്കം പൊളിഞ്ഞതോടെ ക്രൂഡ് ഓയിൽ വില വീണ്ടും കുതിച്ചുകയറ്റം തുടങ്ങി. സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞുവെങ്കിലും പിന്നീട് നഷ്ടം ഏറെക്കുറെ കുറച്ചു. എന്നാൽ ചർച്ച പൊളിഞ്ഞതും എണ്ണവിലക്കയറ്റവും തൽക്കാലം മൈൻഡ് ചെയ്യേണ്ട എന്ന നിലപാടിലേക്ക് ഏഷ്യൻ ഓഹരി വിപണികൾ മാറിയെന്നാണ് നിലവിലെ പ്രകടനം വ്യക്തമാക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നതും ഇറാനും US-ഉം കപ്പലുപരോധം കടുപ്പിച്ചതുമാണ് എണ്ണവിലയെ കുതിപ്പിന്റെ പാതയിൽ ആക്കിയത്. യുദ്ധത്തിനു മുൻപ് പ്രതിദിനം ശരാശരി 135 കപ്പലുകൾ പോയിരുന്ന പാത ഇപ്പോൾ ഏറെക്കുറെ നിശ്ചലമാണ്. 100 കണക്കിന് കപ്പലുകൾ ഹോർമുസിന് ഇരുവശത്തുമായി കുടുങ്ങിക്കിടക്കുന്നു. ഈ കപ്പലുകളിലായി ഏതാണ്ട് 20,000-ൽ പരം ജീവനക്കാരുമുണ്ട്.